നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾ ഗുണമായോ ദോഷമായോ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ്. നേട്ടത്തിൽ മാത്രം ശ്രദ്ധയൂന്നി ഓർഡിനറി സർവീസ് ഉൾപ്പെടെ വ്യാപകമായി വെട്ടിക്കുറയ്ക്കുന്നതും പരിഷ്കാരങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതും KSRTCയിൽ നിന്ന് യാത്രക്കാരെ വീണ്ടും അവരെ അകറ്റാൻ ഇടയാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ 2 വർഷത്തിനിടെ 17 ലക്ഷത്തോളം പേർ പൊതുഗതാഗത സംവിധാനത്തെ ഉപേക്ഷിച്ചുവെന്നാണ്. വീട്ടുപടിക്കൽ ബസ് എത്തുന്ന ഫസ്റ്റ് മൈൽ, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, തിരുവനന്തപുരം നഗരത്തിൽ കുറഞ്ഞ നിരക്കിൽ ബസ് സർക്കുലർ സർവീസ് തുടങ്ങിയവ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയവയാണ്. യാത്രക്കാർ ഇതൊക്കെ ആശ്രയിച്ചിരുന്നു. എന്നാൽ 2023 രജിസ്റ്റർ ചെയ്ത സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം അത് സംബന്ധിച്ച് വരുന്നത് മറ്റു ചില വിവരങ്ങളാണ്. ഫീഡർ സർവീസുകൾ അടക്കം തുടങ്ങി പരിഷ്കാരം വിപുലപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഇതോടെയാണ് ഗതാഗത വകുപ്പിലും KSRTC തലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. പരിഷ്കാരങ്ങൾ പിൻവലിക്കാനും തുടങ്ങി. ലാഭമല്ലാത്ത റൂട്ടുകൾ അടക്കം പ്രതിദിന സർവീസുകൾ കുറച്ചു. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ പോലും സീറ്റ് കിട്ടാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇതോടെ കാത്തുനിന്ന് മുഷിഞ്ഞ യാത്രക്കാർ വീണ്ടും സ്വകാര്യ സർവീസുകളെ ആശ്രയിച്ചു തുടങ്ങി. ഇന്ധനവില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്കൂട്ടറിനെയും കാറിനെയും ഒക്കെയാണ് കൂടുതൽ പേരും ആശ്രയിക്കുന്നത്. ഇത് KSRTCക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ നിഗമനം. പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന യാത്രക്കാരിൽ 65 ലക്ഷം പേർ കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്വകാര്യ വാഹനങ്ങളിലേക്ക് മാറിയെന്ന് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇത് ഗതാഗത വകുപ്പ് പരിഗണിച്ചിരുന്നു. 2023 മാത്രം 10 ലക്ഷം യാത്രക്കാരെ നഷ്ടപ്പെടാനിടയുണ്ടെന്നും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഗതാഗത മന്ത്രിയുടെ ചില പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങളൊക്കെ പലപ്പോഴും വിമർശന വിധേയമായതാണ്. അതേസമയം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഈ ഇടയ്ക്കായിരുന്നു പ്രതിഷേധ സമരവുമായി CITU രംഗത്ത് വന്നത്. ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾക്കെതിരെയായിരുന്നു സമരം. 3 ഘട്ടമായി സമരം നടത്തുമെന്നും 3ാം ഘട്ടത്തിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും ഓൾ കേരള വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ KK ദിവാകരൻ പറഞ്ഞിരുന്നു. LDF മന്ത്രിയാണെന്ന് ഗണേഷ് കുമാർ ഓർക്കണം, മന്ത്രിയെ നിയന്ത്രിക്കണം, തൊഴിലാളികൾ വിചാരിച്ചാൽ മന്ത്രിയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നും ദിവാകരൻ വെല്ലുവിളിച്ചിരുന്നു. KB ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി ശത്രുക്കളെ പോലെയാണ് തൊഴിലാളികളെയും ഡ്രൈവിംഗ് സ്കൂളുകളെയും കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. അതിലെ മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന കാര്യം ഇടയ്ക്ക് ഓർക്കണം. എന്തെങ്കിലും കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി 21 ഇറങ്ങിയ സർക്കുലർ പിൻവലിക്കണം. ആ സർക്കുലർ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ. ഇവിടെ ആരും മുതലാളിമാരല്ല. ഡ്രൈവിംഗ് സ്കൂളിന് ഉടമകൾ തന്നെയാണ് തൊഴിലാളി, തൊഴിലാളി തന്നെയാണ് മുതലാളി. വേറെ വ്യത്യാസമില്ല. അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.